3 സെക്കൻഡിന് 10 കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ട് അവസാനം നയൻതാരയും ധനുഷും ഹൈക്കോടതിയിൽ എത്തി നിൽക്കുകയാണ്. ഇതിന് പിന്നിൽ മഞ്ജു വാര്യരുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ കെട്ടിപ്പിടിക്കുക, സ്നേഹിക്കുക, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ ഉള്ളിൽ ശത്രുത വയ്ക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ ഒരു കാരണവുമില്ലാതെ കുറച്ച് കാലം കഴിഞ്ഞുകൊണ്ട് ശത്രുത ഉണ്ടാവുന്നത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല. അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോകണം. ഞങ്ങളിവിടെ പറയുന്നത് ധനുഷിനെ കുറിച്ചാണ്, ധനുഷിനോടൊപ്പം നയൻതാരയെക്കുറിച്ചാണ്. ധനുഷ് രജനീകാന്തിൻ്റെ മരുമകനായിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ അവൻ്റെ മകളായിട്ട് ഡിവോഴ്സ് നിയമപ്രകാരം വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയ ചെറുപ്പക്കാരൻ കൂടിയാണ് ധനുഷ് എന്നാലോചിക്കണം. വലിയ ആരും ആ ചെറുപ്പക്കാരെക്കുറിച്ച് ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. ധനുഷിൻ്റെ സിനിമയിൽ നയൻതാര അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. ധനുഷിൻ്റെ സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. മഞ്ജു വാര്യർ അഭിനയിച്ച് ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ചുകൊണ്ട് വലിയ ഇമേജിന് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആ സിനിമയിൽ മഞ്ജു വാര്യർക്ക് ദേശീയ അവാർഡ് കിട്ടുമെന്ന് വരെ പറഞ്ഞിരുന്നതാണ്. അവാർഡ് കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ അവാർഡ് വാങ്ങാൻ മഞ്ജു വാര്യർ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ അടുത്ത കാലത്ത് എന്തിനാണ് നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകാൻ കാരണം? അതായത് ചെറിയൊരു നിസാര കാര്യത്തിന് 3 സെക്കൻഡ്, വെറും 3 സെക്കൻഡ് ഒരു സീൻ എടുത്ത് ഈ ധനുഷിൻ്റെ സിനിമയിൽ നിന്ന് എടുത്ത് നയൻതാരയുടെ ഡോക്യുമെൻ്ററിയിൽ കൊടുത്തു. അതിനാണ് 3 കോടി രൂപ ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിർമ്മാതാവിൽ ഉള്ളതാണ്. നിർമ്മാതാവാണ് അതിൻ്റെ ഉടമസ്ഥൻ. പക്ഷേ ഇത് ധനുഷ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഇങ്ങനൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നയൻതാര അഭിനയിച്ച മറ്റു ഭാഷകളിലെ ചില ചിത്രങ്ങളിലത്തെ സീനുകളെല്ലാം വെറുതെ ആ നിർമ്മാതാക്കൾ കൊടുത്തു എന്ന് ആലോചിക്കണം. ആ കൊടുത്തതിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നയൻതാര ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ധനുഷ് ഇങ്ങനെ ചെയ്യാൻ കാരണം? ധനുഷ് ഇങ്ങനെ ചെയ്യാൻ അന്ന് പറഞ്ഞു കേട്ടിരിക്കുന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇയാളുടെ പടം നയൻതാരയുടെ ഭർത്താവായി തീർന്ന വിഘ്നേഷ് ഉണ്ട്. വിഘ്നേഷിന് ആദ്യത്തെ ഒരു പടം കൊടുത്തതാണ് ധനുഷ്. ആ പടത്തിലെ നായികയാണ് നയൻതാര. അവിടെ വെച്ചിട്ട് ആ പടത്തിലാണ് ഇരുവരും പ്രണയബദ്ധരായെന്ന് ആലോചിക്കണം. പ്രണയം തലയ്ക്ക് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊരാളെ കുറിച്ച് അവർ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. എന്നാൽ ധനുഷിന് ഒരു പ്രണയം നയൻതാരയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രണയം മനസ്സിൽ പിടിച്ചു വരുമ്പോഴാണ് വേറൊരുത്തൻ, അതായത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള പഴമൊഴി പോലെ താൻ ആഗ്രഹിച്ച പെണ്ണിനെ പുതിയ തൻ്റെ സംവിധായകൻ കൊണ്ടുപോയി എന്നുള്ള വിഷമം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. കാരണം അത് ഇഗ്നോർ ചെയ്തു എന്നാലോചിക്കണം. പിന്നെ അവർ മാത്രം 2 പേരാവുന്നു, അവർ മാത്രം സ്വകാര്യമായി സംസാരിക്കുന്നു, അവർ മാത്രം പിന്നെ ഒരു രഹസ്യ മുറികളിലേക്ക് പോകുന്നു. ഇതൊന്നും പ്രൊഡ്യൂസർ എന്നുള്ളേക്ക് ഇയാൾ സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല അവർ മാറി നിൽക്കുന്ന അത്ര സമയവും ഈ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. കാരണം ഒരു കാരവനിലെ ഉള്ളിൽ കയറിയിരുന്ന് മണിക്കൂറുകളോളം അവിടെ സംസാരിച്ചതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. വിലപ്പെട്ട മണിക്കൂറുകൾ സമയത്ത് ഷൂട്ടിംഗ് നടന്നിരുന്നില്ല. അങ്ങനെ ഷൂട്ടിംഗ് നടക്കാത്തതുകൊണ്ട് കോടികൾ നഷ്ടം വന്നു എന്നുള്ളൊരു ആരോപണം മുമ്പും ധനുഷ് പറഞ്ഞിരുന്നാലോചിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞു. പിന്നെ ഇവരുടെ ഡോക്യുമെൻ്ററിയാണ് വരുന്നത്. ആ ഡോക്യുമെൻ്ററിക്ക് സാധാരണ രീതിയിൽ അതിന് അവകാശപ്പെട്ട നിർമ്മാതാവിനോട് ചോദിക്കേണ്ടതാണ്. ചോദിച്ചിട്ട് ഇവർ കൊടുത്തില്ല. അതായത് മറ്റുള്ളവർ കൊടുത്തു, ധനുഷ് കൊടുത്തില്ലെങ്കിലും ആ ഒരു ചെറിയ 3 സെക്കൻഡ് ഇവരെടുത്ത് അതിൽ ഉപയോഗിച്ചു എന്നാലോചിക്കണം. ആ 3 സെക്കൻഡ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് 10 കോടി രൂപ പ്രതിഫലമാണ് ചോദിച്ചത്. 10 കോടി പ്രതിഫലം ചോദിച്ചപ്പോൾ അത് പ്രശ്നമായി എന്നാലോചിക്കണം. അതേ സ്ഥാനത്ത് ഇത്രയും കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയൻതാര ഒരു നൃത്തരംഗം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു 5 പൈസ പോലും വാങ്ങിച്ചിട്ടില്ല എന്നാലോചിക്കണം. അതൊക്കെ ഒരു ചർച്ച വന്നിരിക്കുകയാണ്. ഒരു വീറും വാശിയും വന്നു. കാരണം നയൻതാര ബഹുഭാഷാ നടികളാണ്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളില്ലാതെ നയൻതാരയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ നടിയാണെന്ന് ആലോചിക്കണം.
ഇവിടെ താൻ പ്രണയിച്ച തന്നെ ചതിച്ച ഒരു നടന് വേണ്ടി മറ്റു നടികളായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും തനിച്ചു നിന്നുകൊണ്ട് ഇവിടെ തെലുങ്ക് സിനിമയായാലും കന്നഡ സിനിമയായാലും തമിഴ് സിനിമയായാലും തൻ്റെ പേരിൽ നയൻതാര എന്ന പേരിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഹിറ്റുകൾ ഉണ്ടാക്കിയ നായികയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള നായിക നടിയും ധനുഷും തമ്മിൽ പോര് ആ പോര് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുക. ഇനി ഹൈക്കോടതിയാണ് തീരുമാനം വരാൻ പോകുന്നത്. അതിനിടയിൽ ഇവർ രണ്ടാമത്തൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടതല്ല, ഇതൊന്നല്ല കാരണം, ഇതിൻ്റെ ആദ്യത്തെ സിനിമയൊന്നുമല്ല കാരണം. ധനുഷ് സംവിധാനം ചെയ്യാൻ പോകുന്നൊരു സിനിമയുണ്ടായിരുന്നു, ഒരു പ്ലാൻ ചെയ്തിരുന്നു. ആ സിനിമയിൽ ഇയാളുടെ സിനിമയിൽ അഭിനയിച്ച 2 നായികമാർ, മലയാളികളായ ഈ 2 നായികമാർ, നയൻതാരയും മഞ്ജു വാര്യരും ഇതിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആലോചിക്കണം. അവർക്ക് വേണ്ടി കഥയും തിരക്കഥയും ഉണ്ടാക്കി ആലോചിക്കും. അത് സിനിമ സംവിധാനം ചെയ്ത് ധനുഷാണ് തീരുമാനമെടുത്തു. ഈ തീരുമാനം ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ നയൻതാരയും മഞ്ജു വാര്യരുമാണ് നായിക നടികളെന്നും പറയുണ്ടായി. അങ്ങനെ സംസാരിച്ചപ്പോൾ നയൻതാര അഭിനയിക്കാൻ സമ്മതിച്ചാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട റോള് പോകുന്നത് മഞ്ജു വാര്യർക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, മാത്രമല്ല തൻ്റെ ഭർത്താവല്ല ഇതിൻ്റെ സംവിധായകൻ, ധനുഷാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്ത്രപൂർവ്വം ഒരു പിണക്കവുമില്ലാത്ത രീതിയിൽ തനിക്ക് വേറെ സിനിമകളുണ്ട്, ഈ പറഞ്ഞ ഡേറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രപൂർവ്വം നയൻതാര പിൻവാങ്ങിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് കാരണക്കാരി മഞ്ജു വാര്യരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ മഞ്ജു വാര്യരും നയൻതാര തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ല. അവരിടയ്ക്കിടെ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും നയൻതാരയുടെ ബർത്ത്ഡേക്ക്, പിറന്നാളിന് അവർ ആശംസകൾ അയച്ചു. അവർ ഒരുമിച്ച് ഇരുന്ന പടമുണ്ട്, അവർ കെട്ടിപ്പിടിക്കുന്ന പടമൊക്കെ ഉണ്ട്. ആർക്കും എന്തും പറയാം. പക്ഷെ ഇങ്ങനെ 2 കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ പ്രചരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി എവിടെയാണ് നീതി ലഭിക്കുക? നീതി ലഭിക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും അവസാനം കോടതിയിലേക്കാണ് പോകുന്നത്. കോടതിയിൽ എന്ത് നിലപാടെടുക്കും? കാരണം ഇവിടെ മുൻപും ഇവിടെ പല പാർട്ടിയുടെ ഇളയരാജ അടക്കമുള്ളവർ, ഇളയരാജയും SP ബാലസുബ്രഹ്മണ്യൻ അടക്കമുള്ളവർ, കാരണം ഇളയരാജ സംഗീതം ചെയ്ത പാട്ടുകൾ, SP സുബ്രഹ്മണ്യം പാടിയ പാട്ടുകൾ, ആ പാട്ടുകൾ പാടിയതിൻ്റെ പേരിൽ കേസ് കൊടുത്ത ആളാണ് ഇളയരാജ എന്നാലോചിക്കണം. അതിൽ അവർ കോടതി പോയി, കോടതി വിധികൾ വന്നു. അപ്പോൾ ഇവിടെ സംഗീത സംവിധാനം മാത്രമാണ് ആ പേര്. നിർമ്മാതാവിനൊരു പങ്കില്ലേ? പാട്ട് എഴുതിയ ആൾക്ക് പങ്കില്ലേ? പാട്ട് പാടുന്ന ആൾക്കാർക്ക് ഇല്ലേ? അതിൽ ഓർക്കസ്ട്ര ചെയ്തവർക്ക് പങ്കില്ലേ? ഇത്തരം ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ ഒരു പാട്ടിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ച പോലെ ഈ 3 സെക്കൻഡ് ഈ ഒരു പാട്ട് സീനിൻ്റെ എടുത്തു എന്നാണ് പറഞ്ഞത്. ആ 3 സെക്കൻഡ് പാട്ട് സീൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കൊക്കെ? ഒരു നിർമ്മാതാവിന് മാത്രമാണോ? മാത്രമാണെങ്കിൽ തന്നെ ഈ 3 സെക്കൻഡിന് 10 കോടിയാണോ മേടിക്കുന്നത്? അങ്ങനെ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിലൊരു തീരുമാനമുണ്ടാകും. ആ തീരുമാനം 2 പേർക്കും ദോഷമില്ലാത്ത രീതിയിൽ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. എങ്കിൽ നല്ലത്. 2 പ്രതിഭകളാണ്. ആ പ്രതിഭകൾ ഇനിയും ഒരുമിച്ച് സിനിമ ചെയ്യണം എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ.